ടാറ്റയുടെ 10,000 കോടിയുടെ നിക്ഷേപം മുഖ്യമന്ത്രിയുടെ അവകാശം തള്ളി കമ്പനി. ദക്ഷിണേന്ത്യയിൽ എവിടെയും കപ്പൽ നിർമ്മാണശാലയിൽ നിക്ഷേപിക്കാൻ പദ്ധതിയില്ലെന്ന് ടാറ്റ. കമ്പനിയെ ഉദ്ധരിച്ച് എക്കണോമിക് ടൈംസിന്റെ വാർത്ത. വിഴിഞ്ഞത്ത് ടാറ്റ 10,000 കോടി നിക്ഷേപിക്കുമെന്ന് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വി ഡി സതീശൻ. കുതിച്ചുപാഞ്ഞ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ പ്രധാനമന്ത്രി സമർപ്പിച്ചു. ഹരിയാനയിലെ ജിന്ദിനും സോനിപ്പത്തിനുമിടയിൽ സർവീസ്. ഹൈഡ്രജൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗതാഗതമെന്ന അപൂർവ നേട്ടത്തിലേക്ക് ഇന്ത്യയും. ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തേക്കും. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ DGP വിശദീകരണം തേടി. ഗൺമാന്റെ മർദ്ദനമേറ്റ KD തോമസ് MLAയും അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിയെ കാണും. പുതുപ്പള്ളിയിൽ നാളെ നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ വി ഡി സതീശന് ക്ഷണമില്ല. KC വേണുഗോപാൽ ഉദ്ഘാടകൻ. നാളെ കോട്ടയത്തുള്ള മുഖ്യമന്ത്രി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയേക്കും. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിട്ടുവീഴ്ചയില്ലാതെ CPM. വിഷയം കഴിഞ്ഞ കാര്യം തന്നെയെന്ന് പിണറായി വിജയൻ. ബിനോയ് വിശ്വത്തിന്റെ എതിർപ്പ് ചർച്ച ചെയ്യുമെന്നും വിശദീകരണം. വഖഫ് ബോർഡിൽ സർക്കാരിന് സംഘപരിവാർ അജണ്ട ആരോപിച്ച് പ്രതിപക്ഷ നേതാവ്. വഖഫ് ബോർഡിനെ നിർജ്ജീവമാക്കിയ കോടതി ഇടപെടലിന് വഴിയൊരുക്കിയ സർക്കാർ നയങ്ങൾ. അമുസ്ലിങ്ങളെ ബോർഡംഗങ്ങളാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നും പിണറായി. മൂന്ന് ജോഡി ആനക്കൊമ്പുകൾ മോഹൻലാൽ മറച്ചുവെച്ചെന്ന ആക്ഷേപം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരനായ അഭിഭാഷകൻ എബ്രഹാം P. മീഞ്ചങ്കര. വനംവകുപ്പ് പരിശോധനയിൽ 5 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തിയിരുന്നു. 2 ജോഡി മാത്രമേ ഉള്ളൂ എന്നായിരുന്നു മോഹൻലാലിന്റെ മുൻ വെളിപ്പെടുത്തൽ. മന്ത്രിമാരുടെ പ്രവർത്തനം തൃപ്തികരമെന്ന് ലീഗ് നേതൃത്വം. പേഴ്സണൽ സ്റ്റാഫ് നിയമന വിവാദവും ചർച്ചയായി. യോഗം നടന്നത് രാവിലെ പാണക്കാട്. ഇന്ന് കർക്കടകം 1. ഇനി ഒരു മാസം രാമായണ പാരായണ പുണ്യം. 4 അമ്പലങ്ങളും ദർശനത്തിനൊരുങ്ങി. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലെന്ന് മന്ത്രി. ദീർഘകാലാടിസ്ഥാനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂവെന്നും സണ്ണി ജോസഫ്. പ്രതിസന്ധി നേരിടാൻ സർക്കാർ തയ്യാറെടുപ്പ് നടത്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. നീറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. 58% പെൺകുട്ടികൾ. സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് കരുനാഗപ്പള്ളി സ്വദേശി നീരജന്. +1 പരീക്ഷാ ഫലം വൈകിട്ട്.